നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. ഫങ്ഷണൽ യൂണിറ്റ്സ് എന്നാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറാണ് നമ്മൾ എടുക്കാൻ പോണത്. കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചെടുത്ത് തന്നെ നമ്മൾ എന്താ പഠിച്ചത്? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് റിസീവ്സ് റോ ഡാറ്റ ആസ് ഇൻപുട്ടായിട്ട് എന്തോ റിസീവ് ചെയ്യുന്നുണ്ട് റോ ഡാറ്റ. പിന്നെ ആ റോ ഡാറ്റനെ പ്രോസസ്സ് ചെയ്തൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് തരും. അത്രയാണ് പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം ഓരോ യൂണിറ്റുകളാണ് നമുക്ക്. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, പ്രോസസ്സിങ് യൂണിറ്റ്, അതുപോലെ തന്നെ സ്റ്റോറേജ് യൂണിറ്റ്. ഈ 4 യൂണിറ്റുകളാണ് കമ്പ്യൂട്ടറിൻ്റെ ഓർഗനൈസേഷനിൽ വരുന്നത്. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇൻപുട്ട് യൂണിറ്റാണ് ഫസ്റ്റത്തെ യൂണിറ്റ്. അതെന്താണ് ഡീൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് അത് ഡീൽ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ട ഇൻപുട്ട് യൂണിറ്റാണ്. ഇൻപുട്ട് യൂണിറ്റ് എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? നമ്മളാണല്ലേ ഇൻപുട്ട് കൊടുക്കുന്നത്, നമ്മളല്ലേ. നമ്മൾക്കറിയാവുന്ന ഭാഷയിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. കമ്പ്യൂട്ടറിന് അതറിയില്ല. കമ്പ്യൂട്ടറിന് എന്ത് ഭാഷ അറിയുള്ളൂ? മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന്, അതായത് നമ്മളിൽ നിന്ന് കിട്ടുന്ന ഹ്യൂമൻ ബീയിങ്സിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടിനെ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക്, അതായത് ബൈനറി ഫോമിലേക്ക് ആരാ മാറ്റുന്നത്? ഈ പറയുന്ന ഇൻപുട്ട് ഡിവൈസസ് ആണ് മാറ്റുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ട് യൂണിറ്റ് ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള യൂണിറ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് ഡീൽ ചെയ്യുന്നത് ഈ ഇൻപുട്ടിനെ കൺവേർഷനും കാര്യങ്ങളും എല്ലാമാണ്, മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന കാര്യങ്ങളെല്ലാമാണ് ഡീൽ ചെയ്യുന്നത്. ഇൻപുട്ട് റിസീവ് ചെയ്തു നമ്മളപ്പോൾ. ഇനി എന്താ? പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഏതാണ് ചെയ്യുന്നതെല്ലാം CPU ആണ്. സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് അഥവാ CPU. CPU എന്താണ്? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് CPU ആണ്. നമ്മൾ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ടാണല്ലേ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത്. സിസ്റ്റം ശരിക്കും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത് ഈ CPU എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് വെച്ചിട്ടാണ്. ആ ഒരു യൂണിറ്റിലാണ് എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത്. CPUവിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേതാണ് ALU, അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ്. രണ്ടാമത്തേതാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞത്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണ് എന്തെല്ലാം നടക്കുന്നത്? എല്ലാ കാൽക്കുലേഷൻസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എവിടെയാണ്? കമ്പ്യൂട്ടേഷൻസ് നടക്കുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണ്. പിന്നെ ഇതിലോ കൺട്രോൾ യൂണിറ്റിൽ എന്താ ചെയ്യണത്? ഈ പല യൂണിറ്റുകൾ ഉണ്ടല്ലേ, അതിനെയെല്ലാം സിങ്ക്രണൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഈ CPUവിൻ്റെ ഭാഗമായിട്ടുള്ള കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം മൊത്തത്തിലുള്ള കൺട്രോൾ ആരുടെയിലാണ്? കൺട്രോൾ യൂണിറ്റിൻ്റെ കയ്യിലാണ്. അത് CPUവിൻ്റെ ഭാഗമാണ്. ഓക്കെ, അത്രയാണ് സെക്കൻഡ് യൂണിറ്റ് വരിക. തേർഡ് യൂണിറ്റിൽ നമുക്കുള്ളതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റാണ്. ഔട്ട്പുട്ട് യൂണിറ്റിൽ എന്താ വരിക? നമുക്കിപ്പോൾ സിസ്റ്റമാണല്ലേ പ്രോസസ്സ് ചെയ്യുന്നത്. സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെ ലാംഗ്വേജിലാണ്, അതായത് മെഷീൻ ലാംഗ്വേജ് ബൈനറിയിലാണ് സിസ്റ്റം ഈ ഡാറ്റ മുഴുവൻ പ്രോസസ്സ് ചെയ്യണത്. ബൈനറി ഡാറ്റേനെ നമുക്ക് ഔട്ട്പുട്ടായിട്ടൊന്ന് നമുക്ക് മനസ്സിലാവുമോ? അത് 0s and 1s ഫോമില, നമുക്ക് മനസ്സിലാവില്ല അത്. അപ്പോൾ എന്ത് വേണം? ഈ മെഷീൻ ലാംഗ്വേജിനെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക്, മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഫോമിലേക്ക് മാറ്റണം. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ഈ പറഞ്ഞ ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ മെഷീൻ ലാംഗ്വേജിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, പിന്നെ നമുക്കൊന്നെങ്കിൽ ഔട്ട്പുട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുമോ അല്ലേ മെമ്മറിയിൽ. അപ്പോൾ അതാണ് ഈ മെമ്മറിയുടെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നതാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് യൂണിറ്റാണ്. ചിലപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? സ്റ്റോറേജ് യൂണിറ്റാണ്. നേരത്തെ സേവ് ചെയ്ത് വെച്ച കാര്യം നമുക്ക് വേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ആരാ? ഈ പറഞ്ഞ സ്റ്റോറേജ് യൂണിറ്റാണ്. ഇനി മെമ്മറിയുടെ ഡിവിഷൻസ് ആണ് നമുക്കതിൽ നോക്കാനുള്ളത്. അത് വേറൊരു ചാപ്റ്റർ ആയിട്ടാണ് നമുക്ക് കിടക്കുന്നത്. ഓക്കെ.